പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിൽ ഞാൻ സ്തോത്രം ചെയ്യുന്നു. നീ കുരിശിൽ നിന്റെ ജീവൻ സമർപ്പിച്ച ലോകത്തിൻ്റെ രക്ഷയുടെ ഞങ്ങൾ നന്ദിയോട് അനുസ്മരിക്കുന്ന കർത്താവേ, നിന്റെ രക്ഷയുടെ കുരിശ് ഞാൻ ഉയർത്തിക്കൊണ്ട് ആരെല്ലാം തിന്മയുടെ ശക്തികളിൽ അകപ്പെട്ടിട്ടുണ്ടോ, ആരെല്ലാം പാപശാപങ്ങളിൽ വീണിട്ടിട്ട് മുന്നോട്ട് ഗതി കിട്ടാതിരുന്നിട്ടുണ്ട്, യേശുക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ ശക്തിയാൽ നിന്റെ പാപശാപ ബന്ധനങ്ങളെ ഈശോനാമത്തിൽ അഴിഞ്ഞു മാറട്ടെ എന്ന് കൽപ്പിക്കുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യോഗ്യതയാണ്. കൃപാസ്ഥാനത്താര ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥത്തിലെ ഇന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാവരും, ഇന്ന് ഓരോരോ കാര്യങ്ങൾക്കായി യാത്ര തിരിക്കുന്ന എല്ലാവരും, ഓരോരോ വിഷയങ്ങൾ ഫോൺ വിളിച്ച് ചോദിക്കുന്നതും അതിൻ്റെ ഉപായം കണ്ടെത്താൻ ശ്രമിക്കുന്നതും നിങ്ങളുടെ എല്ലാ സംരംഭങ്ങൾ സർവോപരി മുതുകിന് മുഴുവൻ നീര് വന്നിട്ട് ഷർട്ട് പോലും ഇടാൻ പറ്റാത്ത ഒരാളെ പുരുഷനെ കാണിക്കുന്ന ഒരു കർത്താവ്, ആ മകൻ്റെ മുതുകില് കർത്താവിൻ്റെ കുരിശിൻ്റെ നിഴൽ വീഴുന്നു. അവനെ കർത്താവ് സുഖപ്പെടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. Lord Jesus Christ, pour out His Spirit, let fire fingers soak with the precious blood. I command you, in the name of Jesus Christ, you be healed. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് കർത്താവ് എൻ്റെ ഹൃദയത്തെ എപ്പോഴും ബാധിച്ചിട്ടുള്ള കർത്താവിൻ്റെ അന്ത്യവിനാഴികയെക്കുറിച്ചുള്ള ഐസയുടെ പ്രവചനങ്ങളുണ്ട്. അത് നമ്മളിന്ന് എല്ലാവരും സുവിശേഷമായിട്ട് വായിക്കും. അത് ഐസയ 53:7 നമ്മുടെ പാപങ്ങളാണ് അവൻ ചുമന്നത്. അത് വെറുതെ വായിച്ച നമുക്കൊന്നും ഫീൽ ചെയ്യത്തില്ല.
ആദ്യം യേശുവിനെ സ്നേഹത്തിൽ ഫീൽ ചെയ്തുകൊണ്ട് ആ ഭാഗങ്ങൾ വായിക്കുമ്പോഴാണ്. പണ്ടൊക്കെ നമ്മുടെ അപ്പന്മാരും ഒക്കെ എല്ലാം വീട്ടിൽ ഈ ദിവസങ്ങളിൽ ഈ പുത്തമ്പാനെയൊക്കെ വായിച്ച് ഇരുന്ന് കരയണ കണ്ടിട്ടുണ്ട് ഞാൻ. നമുക്കിന്ന് ദൈവത്തിന് അവർക്കുണ്ടായതിനേക്കാൾ അറിവുകളുണ്ട്, പക്ഷെ ആത്മബന്ധമില്ല. ഇത് ഒരു ട്രാജഡിയാണ്. അറിവ് കൂടിയപ്പോൾ ആത്മബന്ധം കുറഞ്ഞു, അതുകൊണ്ട് അനുഭവങ്ങളും കുറഞ്ഞു. ഇതൊക്കെ വെള്ളിയാഴ്ചയുടെ ട്രാജഡി. യേശുക്രിസ്തു മരിച്ചതല്ല, നമുക്ക് മരിച്ചതിൻ്റെ അനുഭവം ഫീൽ ചെയ്യാത്തതാണ്. അതെങ്ങനെ ലോകത്തിന് സാത്താന് എപ്പോഴും അത് ലോകത്തിന് ഫീൽ ചെയ്യിക്കരുത് എന്ന് എന്തോ ദൃഢനിശ്ചയമുള്ളതുപോലെ നമുക്ക് തോന്നുന്നത്. കാര്യം ലോകത്തിൻ്റെ ജീവിതത്തിൻ്റെ വ്യവഹാരങ്ങളിൽ നിന്ന് യേശുവിനെ ഇങ്ങനെ പതുക്കെ പിടിച്ചു മാറ്റുന്ന പോലെ ഓരോ കാലത്തിൻ്റെ അടയാളങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ അലഹബാദ് ഹൈക്കോടതിയിൽ ഏറ്റവും പുതിയൊരു വിധിയുണ്ടായി. നിങ്ങൾ കേട്ടതാണ്. അതായത് ഭർത്താവിൻ്റെ അപ്പനെയും അമ്മയെയും സംരക്ഷിക്കേണ്ട ബാധ്യത ഭാര്യയ്ക്കില്ല എന്നും പറഞ്ഞൊരു വിധിയുണ്ട്. അതായത് മരുമകൾക്കില്ലെന്ന്. അപ്പോൾ നിങ്ങൾ പറയും, അതാണല്ലോ ശരി. ലോകത്ത് 2 തരം ശരികളുണ്ട്. ഈ 2 കള്ളന്മാരുള്ളതുപോലെ 2 ശരികളുണ്ട്. അതായത് ഒന്ന് ലീഗലായിട്ട് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ, മറ്റത് എത്തിക്കലായിട്ട് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പം മരുമകൾക്ക് ഭർത്താവിൻ്റെ അമ്മയെ അല്ലെങ്കിൽ അപ്പനെ സംരക്ഷിക്കേണ്ട ബാധ്യതയില്ലെന്ന് കോടതിയാണ് പറയണത്. അത് നിയമപരമായൊരു വശമാണത്. ഇപ്പം താഴെ എഴുതി കമൻറ്റ് വരുന്നുണ്ട്, ഈ കാലങ്ങളിൽ കഞ്ചാവ് പിടിച്ച ആൾക്കാരും ജഡ്ജിയായിട്ടുണ്ടെന്നും പറഞ്ഞ് വളരെ മോശമായ രീതിയിൽ കമൻറ്റ് ചെയ്യുന്നുണ്ട്. ചിലർ പറയണത് അത് ശരിയാണല്ലോ എന്ന് പറയണ ഒരു ഭാഗമുണ്ട്. വേറൊരു കമൻ്റ് ഉള്ളത്, അങ്ങനെ അപ്പനെയും അമ്മനെയും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ വീട് വാങ്ങിച്ച് മാറി താമസിക്കാൻ. അങ്ങനെ ഒരു കമൻറ്റ് വന്നു. നിങ്ങൾ ഈ വീട്ടിൽ താമസിക്കുന്നിടത്തോളം കാലം അത് അവരുടെ രക്തത്തിൻ്റെ മാംസത്തിൻ്റെ വിലയായ വീട് നിങ്ങൾ ഉപയോഗിക്കുന്നിടത്തോളം കാലം അവരെ നോക്കാൻ നിങ്ങൾക്ക് ബാധ്യതയുണ്ട്. കോടതി ബാധ്യതയില്ലെന്ന് പറഞ്ഞാലും എന്ന് പറഞ്ഞൊരു വേറെ കമൻ്റ് ഉണ്ട്. എന്താ വെച്ചാൽ ഒരാൾ നിയമത്തിൻ്റെ സൈഡിൽ നിൽക്കുക, അയാൾ പറയണതിൻ്റെ അത് കാര്യമുണ്ട്. നീ ദൈവപുത്രനാണെങ്കിൽ നിന്നെയും ഞങ്ങളെയും രക്ഷിക്കുക. ലീഗൽ സൈഡ് അതാണ്. മറ്റേയാൾ പറയണത് ഞാൻ നിന്നെ അറിയാൻ വൈകിപ്പോയി, എനിക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണം. കർത്താവ് ആ പറയുന്നത് ഒരു എത്തിക്സ് ഉണ്ട് ശരിക്കും. കാര്യം ദൈവപുത്രനാണെങ്കിലാണെന്നല്ല ഇയാൾ പറയണത്, ഇടതുവശത്തെ കള്ളൻ. മറ്റേയാൾ പറയണത് ആണെങ്കിൽ ഞാൻ അപരാധിയല്ലേ, ആ ഒരു പൊസിഷനാണ് അയാൾ ആ വലതുവശത്തെ കള്ളൻ ഡെവലപ്പ് ചെയ്യണത്. ഒരാൾ ലീഗൽ സൈഡ് ഡെവലപ്പ് ചെയ്യുമ്പോൾ മറ്റേയാൾ എത്തിക്കൽ സൈഡ് ഡെവലപ്പ് ചെയ്യുന്നത്. കർത്താവ് തിരിയണത് ആരുടെ നേരെയാണ്? ലീഗൽ സൈഡിൻ്റെ ഒക്കെ അല്ല തിരിയണത്, മറിച്ച് അതിൻ്റെ ധാർമ്മികത നോക്കുന്ന ആളിൻ്റെ അടുത്താണ് തിരിയണത്. കാര്യം ധാർമ്മികത നോക്കുന്നവർക്കാണ് മാനസാന്തരങ്ങൾ ഉണ്ടാകുന്നത്.
അതുകൊണ്ട് നീ ഇന്ന് എൻ്റെ കൂടെ പ്രതീക്ഷിതരായിരിക്കുമെന്ന് അവൻ്റെ മാനസാന്തത്തിന് കർത്താവ് സ്പോട്ടിൽ ഉത്തരം കൊടുക്കുന്നുണ്ട്. നീതിമാന്മാരുടെ പുനരുത്ഥാനത്തിൽ നിങ്ങൾക്ക് പ്രതിഫലം സിദ്ധിക്കുമെന്നുള്ളത് ചിലരോട് ഈശോ കൊടുത്ത ചില മറുപടികളാണ്. അപ്പം ഈശോയ്ക്ക് വേണമെങ്കിൽ സ്പോട്ടിലും കൊടുക്കാം. അത് ഈശോയാണ് തീരുമാനിക്കുന്നത്. അതിൻ്റെ ഒരു സത്യസന്ധതയും പരമാർത്ഥതയും ലുക്ക 14:12 മുതലുള്ള വചനങ്ങളാണ്. നീ ഒരു സദ്യയോ അത്താഴവിരുന്നോ കൊടുക്കുമ്പോൾ നിന്റെ സ്നേഹിതരെയോ സഹോദരരെയോ ബന്ധുക്കളെയോ ധനികരായ അയൽക്കാരെയോ വിളിക്കരുത്. ഒരു പക്ഷേ അവർ നിന്നെ പകരം ക്ഷണിക്കുകയും അത് നിനക്ക് പ്രതിഫലമാവുകയും ചെയ്യും. എന്നാൽ നീ സദ്യ നടത്തുമ്പോൾ ദരിദ്രർ, വികലാംഗർ, മുടന്തർ, കുരുടർ എന്നിവരെ ക്ഷണിക്കുക. അപ്പോൾ നീ ഭാഗ്യവാനായിരിക്കും. എന്തെന്നാൽ പകരം നൽകാൻ അവരുടെ പക്കൽ ഒന്നുമില്ല. നീതിമാന്മാരുടെ പുനരുത്ഥാനത്തിൽ നിനക്ക് പ്രതിഫലം ലഭിക്കും. ഇതാണ് വിഷയം. അത് കുറെ നാൾ കഴിഞ്ഞതിന് ശേഷം അന്ത്യവിധിയുമായിട്ട് വരണതാണ്. ഇതിപ്പോൾ തനത് വിധി പോലെ വന്നിരിക്കുക. ഓൺ ദി സ്പോട്ടിൽ ആൻഡ് ജഡ്ജ്മെന്റ്. ഇവിടെ കർത്താവ് അന്ത്യവിധിയാളനായി തന്നെയാണ് നിൽക്കുന്നത്. പണ്ട് സഭാപിതാക്കന്മാർ പറയുമായിരുന്നേ, കുരിശ് കിടക്കുന്ന കർത്താവിനെ കാണുമ്പോൾ കുരിശ് കർത്താവിൻ്റെ സിംഹാസനമാണ്. രാജാവിൻ്റെ മുകളിൽ എഴുതി വച്ചിട്ടുണ്ട് ജീസസ്, അതായത് അയ്യൻ, യേശു നസ്രേനി, റക്സ്, യുദയോരും, യൂതന്മാരുടെ രാജാവായ നസ്രായക്കാരൻ ഈശോ. അപ്പോൾ ആ രാജാവിൻ്റെ കുരിശ് സിംഹാസനം എന്ന് പറയുന്നത് കുരിശ് തന്നെയാണ്. സഭാപിതാക്കന്മാർ പറയവേ, ചെങ്കോല് കുരിശ് തറക്കപ്പെട്ട ആണികളും പിടിച്ചുകൊണ്ടാണ് കർത്താവ് വിധി നടത്തുന്നതെന്ന്. അപ്പം അവിടെയും കർത്താവ് പണ്ട് പറഞ്ഞിട്ടില്ലേ, രാജാവ് തൻ്റെ വലതുവശത്തുള്ളവരോട് പറയും, എൻ്റെ പിതാവിനാൽ അനുഗ്രഹീതരെ വരുവീൻ, ലോകാരംഭം മുതൽ ഒരുക്കിയിരിക്കുന്ന രാജ്യം കൈവശമാക്കുവീൻ. അപ്പോൾ അവിടെയും ഇടതുവശവും വലതുവശവും ഉണ്ട്. മത്തായി 25:41. അനന്തരം അവൻ തന്റെ ഇടതുഭാഗത്തുള്ളവരോട് പറയും, ശപിക്കപ്പെട്ടവരെ നിങ്ങൾ എന്നിൽ നിന്നകന്ന് പിശാചിനും അവന്റെ ദൂതന്മാർക്കുമായി. അപ്പൊ ഈ ഇടതുവശത്തുള്ള കള്ളനോട് പറയാനുള്ള കാര്യങ്ങള് നേരത്തെ പറഞ്ഞു ഈശോ. ഇപ്പം മിണ്ടണില്ല. നേരത്തെ പറഞ്ഞ് ശപിക്കപ്പെട്ടവരെ. എന്താ കാര്യം? അവിടെ ഈവൻ കർത്താവിനെ തിരിച്ചറിഞ്ഞില്ല എന്നുള്ളതാണ് പ്രശ്നം. ആ വലതുവശത്തുള്ള ആള് തിരിച്ചറിഞ്ഞില്ല എങ്കിലും ആ സാധ്യതയെ അംഗീകരിച്ചു, പിന്നീട് അത് സമ്മതിച്ചു. ക്രിസ്തുവിനെ സ്വീകരിക്കാൻ അയാളൊരു തുറവിയുണ്ടായിരുന്ന വിഷയം. ഇവിടെ ഒരു പ്രശ്നത്തിൽ നമ്മൾ എത്തിക്സിലാണ് തുടങ്ങിയത്. ഇടതുവശത്തെ കള്ളൻ ലീഗൽ പോയിന്റാണ് പറയണത്, എനിക്ക് പ്രൂഫൊന്നും ഇല്ലെന്ന് പറയും. ലുക്ക 23:39. ഇത് ഇടതുവശത്തെ കള്ളന്റെ റെസ്പോൺസാണ്. കുരിശിൽ തൂക്കപ്പെട്ടിരുന്ന കുറ്റവാളികളിൽ ഒരുവൻ അവനെ ദുഷിച്ചു പറഞ്ഞു, നീ ക്രിസ്തുവല്ലേ, നിന്നെയും ഞങ്ങളെയും രക്ഷിക്കുക. അയാളെ ക്രിസ്തുവാണെന്നുള്ള കാര്യം അംഗീകരിക്കാത്തത് കൊണ്ടാണ് അങ്ങനെ പറയണത്. വലതുവശത്തെ കള്ളൻ അംഗീകരിച്ചു, പക്ഷേ ഇടതുവശത്തെ കള്ളനുള്ള ഉത്തരം കർത്താവ് നേരത്തെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അവരോട് കർത്താവ് തൽക്കാലം മറുപടി പറയണില്ല. അപ്പം ജഡ്ജി എന്താ പറഞ്ഞത്? ധാർമ്മികമായിട്ട് ഓക്കെയാണ്, പക്ഷേ പേഴ്സണൽ ഫ്രീഡം ഉണ്ടെന്ന് പറയും. അതാണ് അലഹബാദ് കോടതിയിൽ ജഡ്ജി പറഞ്ഞത്. മരുമകൾക്ക് അയാളുടെ പേഴ്സണാണ്, അവർക്ക് അവിടെയുള്ള ഫ്രീഡം ഉണ്ടെന്നാണ് പറഞ്ഞത്. ഒരു ദുഃഖവെള്ളിയുടെ എല്ലാ ശക്തിയും എല്ലാ അതിജീവന അഭിഷേകവും എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്രൈസിസ് മാനേജ്മെൻറ്റിൻ്റെ ഒരു പ്രക്ഷുബ്ധമായ അവസരത്തെ സുവിശേഷ വിഹിതമായി കൈകാര്യം ചെയ്യുന്നതിൻ്റെ പുതിയ ദൈവതന്ത്രങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ട് മുന്നേറുന്നത് കാണാം. ഓരോ സാക്ഷ്യവും നമ്മൾ കേൾക്കുമ്പോൾ
ഇപ്പം നമ്മൾ രസതന്ത്രം, ഊർജ്ജതന്ത്രം എന്നൊക്കെ പറയുന്ന പോലെ സുവിശേഷ തന്ത്രമുണ്ട്. അതൊരു ടെക്നിക്കാണ് ശരിക്കും. ടെക്നിക്കെന്ന് പറഞ്ഞാൽ നെഗറ്റീവ് മീനിങ്ങിനല്ല, പോസിറ്റീവ് മീനിങ്ങില്ല. അതൊരു ശാസ്ത്രം പോലെയാണ്. സുവിശേഷ ശാസ്ത്ര വിധി പ്രകാരം ഒരു വിഷയത്തെ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്, അതിൽ കൂടുതൽ അനുഭവങ്ങൾ നമുക്ക് തരുന്നത് ഉടമ്പടി ജീവിതമാണ്. ഉടമ്പടിയിൽ ചില ആൾക്കാർ ചില ഇൻവെസ്റ്റേഴ്സ്, ഇപ്പം നമ്മൾ നിക്ഷേപകരെന്നല്ലേ പറയുന്നത്, ഉടമ്പടിയിൽ ചില നിക്ഷേപകർ, ഞാൻ പാർട്ടിസിപ്പൻസ് എന്ന് പറയത്തില്ല, പങ്കാളികളെന്ന് പറയുന്നതിനേക്കാൾ ഉപരി ഉടമ്പടി ഒരു പങ്കാളിത്ത ആധ്യാത്മിക ജീവിതമാണ്. അപ്പോൾ അതേസമയം തന്നെ പങ്കാളികൾ എന്ന് പറയുന്നതിനേക്കാൾ ഉപരി ഉടമ്പടിയിലെ നിക്ഷേപകരെന്ന് പറയുന്നതാണ് കുറച്ചുകൂടി ആപ്റ്റായിട്ടുള്ള വാക്യം. കാര്യം, കർത്താവിൻ്റെ ചില വചനങ്ങളുടെ വേലി അരികെ പിടിച്ചു പോകുമ്പോൾ നമ്മൾ ചെന്നെത്തുന്ന ചില ആധ്യാത്മിക ലക്ഷ്യങ്ങളും ആ ലക്ഷ്യങ്ങളിലേക്കുള്ള ദൈവം വരച്ചിട്ട മാർഗങ്ങളും ഒക്കെ ഉണ്ട്. അതിലൊരു വചനമാണ് മത്തായി ശ്ലീഹായുടെ സുവിശേഷം 25-ാം അധ്യായം 30-ാമത്തെ വാക്യം. മത്തായി 25:30. പ്രയോജനമില്ലാത്ത ആ ഭൃത്യനെ പുറത്ത് അന്ധകാരത്തിലേക്ക് തള്ളിക്കളയുക. അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും. എൻ്റെ ഭാഷയിൽ ഞാൻ ഇതിനെ ഒക്കൾട്ട് വേടെന്നാണ് വിളിക്കുന്നത്. ഒക്കൾട്ട് വേട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൂഢവചനം. ദൈവം വെളിച്ചത്ത് പറയണ വചനങ്ങളുണ്ട്, ദൈവം രഹസ്യത്തിൽ പറയുന്ന വചനങ്ങളുണ്ട്. വെളിച്ചത്ത് പറയുന്ന വചനങ്ങൾ, ശ്രുതികട ഹല്ലേലൂയ 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 ഹല്ലേലൂയ, യേശുവേ ആരാധന 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 ആരാധന, യേശുവേ നന്ദി മഹത്വം മഹത്വം മഹത്വം, ഹല്ലേലൂയ 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 ഹല്ലേലൂയ, യേശുവേ നന്ദി ഹല്ലേലൂയ. മത്തായി 10:26-27. നിങ്ങൾ അവരെ ഭയപ്പെടേണ്ട, എന്തെന്നാൽ മറഞ്ഞിരിക്കുന്നതൊന്നും വെളിപ്പെടാതിരിക്കുകയില്ല, നിഗൂഢമായിരിക്കുന്നതൊന്നും അറിയപ്പെടാതിരിക്കുകയുമില്ല. അന്ധകാരത്തിൽ നിങ്ങളോട് ഞാൻ പറയുന്നവ പ്രകാശത്തിൽ പറയുവിൻ. ഇപ്പൊ ചില പറച്ചിൽ ഇരുട്ടത്തായിരിക്കും പറയണത്, അവിടെ വേണ്ടത്ര വെളിച്ചമൊന്നും ഉണ്ടാകത്തില്ല. കർത്താവ് പറയും, ഇരുട്ടത്ത് നമ്മുടെ കർത്താവിൻ്റെ കാണാൻ പറ്റത്തില്ല, പക്ഷെ സ്വരം മാത്രം കേൾക്കും. അത് അന്ധകാരത്ത് നിങ്ങളോട് പറഞ്ഞത്. എന്നുവെച്ചാൽ അവിടെ വേണ്ട നമുക്ക് വ്യക്തതയില്ല, നമുക്ക് വ്യക്തമല്ല, കാഴ്ചകൾ വ്യക്തമല്ല, പക്ഷെ ശബ്ദം കേൾക്കുന്നുണ്ട്. അതാണ് ഇരുട്ടത്ത് അന്ധകാരത്ത് നിങ്ങൾ പറഞ്ഞത്. നിങ്ങളെന്ത് ചെയ്യണം? അത് വെളിച്ചത്തിൽ പരസ്യപ്പെടുത്തണം. അപ്പോൾ വെളിച്ചത്തിൽ പരസ്യപ്പെടുത്താനുള്ള ചുമതല ദൈവത്തിൻ്റെക്കാൾ ഉപരി സുവിശേഷ പ്രവർത്തകരുടേതാണ്. ദൈവം അതിങ്ങനെ ഇരുട്ടത്തെ പറയത്തുള്ളൂ. വലിയ വലിയ കാഴ്ചകളൊന്നും ചുറ്റുപാടും ഇങ്ങനെ ഇരുട്ടാക്കി കൊണ്ട് മാത്രമേ ചില വചനങ്ങൾ പറയത്തുള്ളൂ. ചുറ്റുപാടും കാണാൻ പറ്റത്തില്ല. ഇപ്പം എന്താ പറയണത്? പ്രയോജനമില്ലാത്ത ഈ ദാസന്, ഇതാണ് നിഗൂഢ വചനം എന്ന് പറയുന്നത്. അന്ധകാരം നിങ്ങളോട് പറഞ്ഞത് നിഗൂഢ വചനമാണ്. ഈ നിഗൂഢ വചനത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് ആവർത്തിക്കപ്പെടത്തില്ല. എപ്പോഴും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കത്തില്ല. സുവിശേഷത്തിൽ എപ്പോഴും പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. മാനസാന്തരപ്പെടുവിൻ, അല്ലേ? അത് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കും, മാനസാന്തരപ്പെടുവിൻ. ഇത് പക്ഷേ ചില കാര്യങ്ങൾ വല്ലപ്പോഴും കൂടി ഒന്ന് പറയും, പക്ഷെ ചുറ്റുവട്ടങ്ങൾ കാണിക്കത്തില്ല. അത് ഇരുട്ടാക്കിയേ കാണിക്കത്തുള്ളൂ. അത് ഒറ്റപ്രാവശ്യം പറയത്തുള്ളൂ. ഇതിനാണ് അന്ധകാരത്തിൽ പറയുന്ന വചനങ്ങൾ. അത് നിഗൂഢ വചനങ്ങൾ എന്ന് പറയും. ഒക്കൾട്ട് വേടെന്ന് ഞാൻ പറയണത്. അത് ഹിഡൻ വേഡ് ഇങ്ങനെ മറച്ച് വെച്ചിരിക്കണത്. കർത്താവ് എപ്പോഴും മറച്ച് വെച്ചതിനെക്കുറിച്ച് എപ്പോഴും സംസാരിക്കാറുണ്ട്. നമ്മൾ ശ്രദ്ധിക്കാറില്ലെന്നേ ഉള്ളൂ. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതികട ഹല്ലേലൂയ 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 ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ ഹല്ലേലൂയ, യേശുവേ ആരാധന ആരാധന ആരാധന. ലൂക്കാ 10:21. ആ സമയം തന്നെ പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ച് അവൻ പറഞ്ഞു, സ്വർഗത്തിന്റെയും ഭൂമിയുടെയും കർത്താവായ പിതാവേ, അവിടുത്തെ ഞാൻ സ്തുതിക്കുന്നു. എന്തെന്നാൽ അങ്ങ് ഇവ ജ്ഞാനികളിൽ നിന്നും ബുദ്ധിമാന്മാരിൽ നിന്നും മറച്ചു വയ്ക്കുകയും ശിശുക്കൾക്ക് വെളിപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ ഓപ്പൺ മാർക്കറ്റിൽ ഇല്ല ഇത് വളരെ സ്വകാര്യമായ ഒരു വിതരണമേ ഉള്ളതിനെ. അതാണ് മറച്ചു വെക്കുക എന്ന് പറയുന്നത്. ഹിഡൻ വേഡ്, മറച്ചു വെച്ച വചനങ്ങൾ, അന്ധകാരത്തിൽ പറഞ്ഞവർ. ഇതുപോലെ പറയുന്ന സ്ഥലങ്ങളെക്കുറിച്ച്
ഇപ്പോൾ യോഹന്നാൻ്റെ ബാപ്റ്റിസ്റ്റിനെ കുറിച്ച്, ജോൺ ദി ബാപ്റ്റിസ്റ്റിനെ കുറിച്ച് പറയണത് അന്ധകാരത്തിൽ പറഞ്ഞ വചനമൊന്നല്ല, മരുഭൂമി പറഞ്ഞ വചനം എന്നാണ്. വചനമൊക്കെ ഈ മഞ്ഞൾ വിരിഞ്ഞ പൂക്കളെന്ന് പറയുന്ന പോലെ അത് എവിടെ വിരിഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ ദൗത്യം എന്ന് പറയുന്നത്. എവിടെയാണ് വിരിഞ്ഞത്, അതാണ് അതിൻ്റെ ഒരു സാഹചര്യം എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ പറയുന്ന വചനം ഇതുപോലെ ഒരു ഹിഡൻ വേർഡാണ്. എന്താണ്? എപ്പോഴും പറയത്തില്ല. മാനസാന്തരപ്പെടുവിൻ, പശ്ചാത്തപിക്കുവിൻ, ജാഗരൂകരായിരിക്കുവിൻ എന്ന് പറഞ്ഞ് 17 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. കർത്താവിൻ്റെ വചനത്തിൽ എല്ലാവരോടും പറയും ഒരുങ്ങിയിരിക്കുവിൻ, തയ്യാറായിരിക്കുവിൻ, ജാഗരൂകരായിരിക്കുവിൻ. അങ്ങനെ 17 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ പ്രയോജനമില്ലാത്ത ദാസനെ എൻ്റെ മുന്നിൽ നിന്ന് എടുത്തുകൊണ്ട് പോകാൻ പറയത്തില്ല. അതൊന്ന് പ്രാവശ്യം പറയത്തില്ല. ഇതന്നെ ഹിഡൻ വേടെന്ന് പറയണത്. പ്രയോജനമില്ലാത്ത ദാസനെന്നൊക്കെ വിളിക്കും, ഒരു കുഴപ്പമില്ല. വളരെ ആഘോഷമായിട്ട് വളരെ മാന്യതയോടും മാനേഴ്സൊക്കെ അനുസരിച്ച് ദാസനെന്നൊക്കെ വിളിക്കും. ദൈവത്തിന് ഇഷ്ടപ്പെട്ടൊരു വിളിയാണ് ദാസൻ. പക്ഷേ വിളിക്കുന്നത് ഈ ദാസന്മാരിൽ തന്നെ പ്രയോജനമില്ലാത്ത ഈ സംഭവത്തെ എടുത്തുകൊണ്ട് പോകാൻ പറയും എൻ്റെ മുമ്പിൽ നിന്ന്. അതത്ര നിസ്സാരമായിട്ടുള്ള പറച്ചിലല്ല, ഇത്തിരി കൂടിയ പറച്ചിലാണ്. പ്രയോജനമില്ലാത്ത ദാസനെ എടുത്തുകൊണ്ട് പോകാൻ എൻ്റെ മുമ്പിൽ നിന്ന്. ഒന്നൂടെ വായിച്ചത് 25:30 മത്തായിയുടെ സുവിശേഷം. ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. മത്തായി 25:30 പ്രയോജനമില്ലാത്ത ആ ഭൃത്യനെ പുറത്ത് അന്ധകാരത്തിലേക്ക് തള്ളിക്കളയുക. അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും. അപ്പൊ ദൈവം കുറച്ച് നാളൊക്കെ നിങ്ങളുടെ വർക്കൗട്ട് ചെയ്ത് നോക്കും. ദൈവത്തിൻ്റെ രീതി അതാണ്. കുറച്ച് നാളിൽ നന്നാകാൻ പറ്റുമോ എന്നൊക്കെ നോക്കും. നന്നാകാൻ പറ്റുന്നില്ലെങ്കിൽ മത്സരക്ക് ദൂരെ കളയും. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അതാണ് ഇതിലെ അത്തിമരം വെച്ച് നട്ടുപിടിപ്പിക്കണില്ലേ, കാട്ടത്തിയെ ഒരു മുന്തിരിത്തോട്ടത്തിൽ നട്ടുപിടിപ്പിക്കുകയാണ്. എന്നിട്ട് എല്ലാ കൊല്ലവും വന്നിട്ട് ബലമുണ്ടോ എന്ന് നോക്കും. 3-ാം പക്കവും ബലം കാണുന്നില്ല. പറയും ഇത് വെട്ടി കളയാൻ പറയും. കണ്ട, ഐഡിയ എല്ലാം ഒന്നാണേ. പ്രയോജനമില്ലാത്ത ദാസനെ എടുത്തുകൊണ്ട് പോകാൻ പറയുന്ന ആൾ തന്നെയാണ് അത്തിമരം. ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ നന്ദി. മഹത്വം, മഹത്വം, മഹത്വം. ലൂക്കാ 13:6-7 തിരുവചനങ്ങൾ. ലൂക്കാ 13:6-7. അവൻ ഈ ഉപമ പറഞ്ഞു. ഒരുവൻ മുന്തിരിത്തോട്ടത്തിൽ ഒരു അത്തിവൃക്ഷം നട്ടുപിടിപ്പിച്ചു. അതിൽ ഫലമുണ്ടോ എന്ന് നോക്കാൻ അവൻ വന്നു. എന്നാൽ ഒന്നും കണ്ടില്ല. അപ്പോൾ അവൻ കൃഷിക്കാരനോട് പറഞ്ഞു, 3 വർഷമായി ഞാൻ ഈ അത്തിവൃക്ഷത്തിൽ നിന്ന് ഫലം അന്വേഷിച്ചു വരുന്നു, ഒന്നും കാണുന്നില്ല. അത് വെട്ടിക്കളയുക. എന്തിന് നിലം പാഴാക്കണം? വേസ്റ്റ് ജന്മമാണെന്നായി പറയണത്. വേസ്റ്റ് ജന്മമാണെന്ന്. എന്തിന് നിലം പാഴാക്കണമെന്ന്. പ്രയോജനമില്ലാത്ത വ്യക്തിയെ ദൈവം വിളിക്കുന്ന പേരാണ് വേസ്റ്റ് ജന്മമെന്ന്. ഈ സൂക്ഷിച്ച് വേണം കേട്ടോ ഉടമ്പടി പുതുക്കാൻ. ഉടമ്പടി പുതുക്കുന്ന ആൾക്കാരെ അത് ജസ്റ്റിഫൈ ചെയ്യാൻ, നിങ്ങളുടെ പുതുക്കൽ നീതീകരിക്കാൻ ബാധ്യസ്ഥരാണ്. എന്താണ്? കഴിഞ്ഞ ദിവസങ്ങളിലൊരു സാക്ഷ്യം ഉണ്ടായി. അനിത ബേബി തോമസ് എന്ന് പറഞ്ഞൊരു മോള് സാക്ഷ്യം പറഞ്ഞു. അനിത ബേബി തോമസ് കഴിഞ്ഞ ദിവസം പറഞ്ഞ സാക്ഷ്യം അപ്പീൽ ചെയ്തിട്ടുണ്ടേ, നോക്കണേ. അനിത ബേബി തോമസിൻ്റെ പ്രശ്നം, അവളൊരു നിലപാടുകാരിയാണ്. വിശ്വാസികൾക്ക് എപ്പോഴും നിലപാടില്ല എന്നുണ്ടെങ്കിൽ അവർ അവിശ്വാസികളായിട്ടാണ് ദൈവം കാണുന്നത്. വിശ്വാസികൾക്ക് നിലപാടില്ലെങ്കിൽ അവരെ ദൈവം അവിശ്വാസികളായിട്ടാണ് കാണുന്നത്. അനിതയുടെ പ്രശ്നം എന്താ? അനിതയുടെ പ്രശ്നം കുട്ടികളില്ല, വർഷങ്ങളായിട്ട് കുട്ടികളില്ല. അപ്പോൾ അനിതയുടെ നിലപാടെന്താണ്? അനിതയുടെ നിലപാട്, കുട്ടിയെ തരണമെങ്കിൽ കർത്താവ് തന്നെ തരണം, എനിക്ക് മെഡിക്കൽ സയൻസിൽ നിന്ന് കുട്ടികളെ വേണ്ടെന്ന്. അതാണ് നിലപാട്. വിശ്വാസി നിലപാടെടുത്തില്ലെങ്കിൽ അവിശ്വാസിയായിട്ടാണ് ദൈവം കരുതത്തുള്ളൂ. നിങ്ങൾ പറയണത് പപ്പൂതിയാലും പരമൂതിയാലും ഒത്തുകെട്ടാൽ മതി. ആൾക്കാരുടെ ഇതാണ്. മാതാവല്ലെങ്കിൽ അന്തോണി ശൂന്യമാണ്, നമ്മുടെ മകളെ കെട്ടിച്ചാൽ മതി എന്നുള്ള രീതിയിലാണ്. അതാണ് നിലപാടല്ലത്. മാതാവല്ലെങ്കിൽ അന്തോണി ശൂന്യമാണ്. അതുകൊണ്ടാണ് ഇവിടുന്ന് ഉടമ്പടി എടുത്തിട്ട് പിന്നീട് വേറെ ചില നൊവേനയ്ക്ക് എന്തെങ്കിലുമൊക്കെ ആൾക്കാർ പോണത്. ഐ ആം നോട്ട് എഗൻസ്റ്റ് നൊവേന. ഞാൻ പറഞ്ഞത് ചില ആൾക്കാർ തെറ്റിദ്ധരിച്ചു. ഞാൻ പറഞ്ഞ ഇതാണ്, വെൻ യു ആർ ദി കവനൻ്റ് ഒരു ക്യാപിറ്റൽ സ്പിരിച്വൽ നറിഷ്മെൻറ്റ് ആൻഡ് ട്രീറ്റ്മെൻറ്റാണ്. അത് ചെയ്യുമ്പോൾ നിങ്ങൾ പിന്നെ വേറെ ഒന്നും ചെയ്യരുത്. കാര്യം നിങ്ങൾ ഒരു മനുഷ്യന് ഈ ഭൂമി ചെയ്യാവുന്നതിൻ്റെ മാക്സിമം ആണത്. ബൈലാറ്ററൽ എഗ്രിമെൻറ്റ്. ദൈവവും നമ്മളും തമ്മിൽ എടുത്തപ്പോങ്ങാത്തൊരു ഭാരം ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴേ
ദൈവത്തിനെ കൊണ്ട് അത് എടുപ്പിക്കാൻ വേണ്ടി ദൈവവും നമ്മളും തമ്മിലൊരു ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ഒരു ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. പിന്നെ വേറെ എല്ലാം അപ്രസക്തമാണ്. അതിൻ്റെ ഒരു കച്ചും കൈയും കഴിഞ്ഞതിന് ശേഷം വേണം നിങ്ങൾ മറ്റു സ്ഥലത്ത് അലയാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും എൻ്റെ സഹോദരങ്ങൾ ശ്രദ്ധിക്കണം, അങ്ങനെയുള്ളത് സ്റ്റോപ്പ് ചെയ്താൽ മാത്രമേ നിങ്ങൾ ഉടമ്പെടുക്കേണ്ട കാര്യമുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ അതിൽ തന്നെ പോകുന്നതാണ് നല്ലത്. ഐ നോട്ട് അഗൻസ്റ്റ് ഇറ്റ്. അത് സഭയിലുള്ളതല്ലേ, നവീനൊക്കെ സഭയിലുള്ളതല്ലേ. പക്ഷേ ഇൻ ദ കോഴ്സ് ഓഫ് ടൈം, കാലം മുന്നോട്ട് പോകുന്നതോടുകൂടി ജീവിതം സങ്കീർണമായപ്പോൾ എന്താ പറ്റിയിരിക്കുന്നത്? ചില വിഷയങ്ങൾ ദൈവം വിഷയത്തെ രണ്ടായിട്ട് തിരിക്കും. എന്താണ്? മെരിറ്റിൽ നടക്കാവുന്ന കാര്യങ്ങളുണ്ട്, മെരിറ്റിൽ നടക്കാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് നോട്ട് ബൈ മെരിറ്റ് എന്ന് പറഞ്ഞ് ഓപ്ഷൻ വെച്ചിരിക്കുന്നത്. നമ്മുടെ യോഗ്യത കൊണ്ട്, കഴിവ് കൊണ്ട്, നമ്മുടെ കപ്പാസിറ്റി കൊണ്ട് നടക്കാവുന്ന കാര്യങ്ങളുണ്ട്. നമുക്ക് എന്ത് കപ്പാസിറ്റി ഉണ്ടായാലും നടക്കാത്ത കാര്യങ്ങളുണ്ട്. ഇപ്പോൾ എന്ത് കപ്പാസിറ്റി നമുക്കുണ്ടായാലും നടക്കാത്ത കാര്യങ്ങളാണ് സ്പേസ് ഓഫ് ഗോഡ് വരണത്. അതിന് ഉടമ്പടി അല്ലാതെ വേറെ ഒരു ബന്ധമില്ല. അത് സിംഗിൾ എഡ്ജായിട്ടുള്ള ഒരു പ്രെയർ എന്ന് പറയുമ്പോൾ എന്താ പ്രശ്നം? അതിന് സിംഗിൾ എഡ്ജേ ഉള്ളൂ. നമ്മളാണ് അതിൻ്റെ ഒരു എഡ്ജ്. ദൈവത്തിൻ്റെ അടുത്ത് കേട്ട് അത് ദൈവത്തിൻ്റെ കാര്യമാണ്. നമ്മുടെ പ്രാർത്ഥനയ്ക്കുള്ള പ്രശ്നം എന്താണ്? ദൈവം കേട്ടില്ലെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല. പല സംഭവത്തും കേൾക്കത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. പല സമയത്തും പ്രെയർ കേൾക്കത്തില്ലെന്ന് പച്ചക്ക് നമ്മുടെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട്. നിൻ്റെ ധൂപം എടുത്തുകൊണ്ട് പോയതിൻ്റെ മുമ്പിൽ നിന്ന് ഐ ഡോണ്ട് വാണ്ട് ഇറ്റ് എന്ന് ഇല്ലേ? കേട്ടാ ഇവിടെ ശ്രുതിയുടെ ഹല്ലേലൂയ. ഐശയ്യാ 1:15 നിങ്ങൾ കരങ്ങൾ ഉയർത്തുമ്പോൾ ഞാൻ നിങ്ങളിൽ നിന്ന് മുഖം മറയ്ക്കും. നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചാലും ഞാൻ കേൾക്കുകയില്ല. നിങ്ങളുടെ കരങ്ങൾ രക്തപങ്കിലമാണ്. അപ്പോൾ ഇങ്ങനെ ഈ പ്രാർത്ഥനയ്ക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻസ് ഉണ്ടാകും. നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചാലും ഞാൻ കേൾക്കുകയില്ല. പക്ഷെ അങ്ങനെ ഒരു വിഷയം ഉടമ്പടിയിൽ ഉണ്ടാകത്തില്ല. എന്താ കാര്യം? ഇത് ഡബിൾ എഡ്ജാണ്. ഇതിൻ്റെ എഡ്ജ് ഒരെണ്ണം നമ്മളൊന്ന് ദൈവമാണ്, ബയലാറ്ററൽ എഗ്രിമെൻറ്റാണ്. ഇത് സാധാരണ പ്രാർത്ഥന ഉടമ്പടിയും തമ്മിൽ നിങ്ങൾ തിരിച്ച് മനസ്സിലാക്കണം. ഇത് കണ്ടേ, നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചാലും ഞാൻ നിങ്ങളെ കേൾക്കില്ല. അപ്പോൾ അതിൻ്റെ ചാൻസ് ഉണ്ട്. പ്രാർത്ഥന ബദിരഘരണങ്ങളിൽ തിരിച്ചു പോരാൻ സാധ്യതയുണ്ട്. പക്ഷേ അതേസമയം തന്നെ ഉടമ്പടി സംബന്ധിച്ചിടത്തോളം ബയലാറ്ററൽ എഗ്രിമെൻ്റാണ്. ദൈവം ഒരു കക്ഷിയാണ് ഇതിൻ്റെ അകത്ത്. ഉടമ്പടി ചെയ്യുന്നവരെല്ലാവരും മനസ്സിലാക്കണം, നിങ്ങൾ ഉടമ്പടി ഉഴപ്പുമ്പോൾ ഉടമ്പടി എടുക്കാതിരുന്ന കാലത്തേക്കാളും പാപത്തിലാണ് ജീവിക്കുന്നത്. കാര്യം എന്താണ്? ദൈവവുമായിട്ടൊരു കക്ഷിയുമായിട്ട് നമ്മൾ ഉടമ്പടി ചെയ്യണത്. എന്നിട്ട് നക്കാപ്പിച്ച അനുഗ്രഹത്തിൽ നിന്ന് കിട്ടിയില്ല, താമസിച്ച് പോയെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ പഴയ മനസ്സിരിപ്പ് പോലെ ജീവിക്കുകയാണ്. അത് വന്നാൽ മിക്കവാറും നിങ്ങളുടെ അതിൻ്റെ റിപ്ലിക്കേഷൻസ് വന്നാൽ കൊടുത്തുവിട്ടാൻ കയ്യിൽ ഒന്നും ഉണ്ടാകത്തില്ല. കാര്യം അത് എങ്ങനെ കൊടുത്തുവിടുമെന്ന് എനിക്ക് പോലും നിശ്ചയമില്ല. ഉടമ്പടി ഉഴപ്പാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കാര്യം ഉടമ്പടി എന്ന് പറയുമ്പോൾ തന്നെ ജീവിച്ച് വളരാൻ വേണ്ടിയാണ് അതിൻ്റെ അകത്ത് മുഴുവനുമുള്ള ആ ഡിസൈനെല്ലാം അങ്ങനെയാണ്. എന്നിട്ട് നിങ്ങൾ ജീവിച്ച് തളരുമ്പോൾ നിങ്ങളൊരു വല്ലാത്ത തളർച്ചയിലേക്കാണ് പോണത്. ഉടമ്പടി ജീവിച്ച് വളരുകയാണ് ചെയ്യണത്. പക്ഷേ മൂന്നാമത്തെ ഉടമ്പടി പുതുക്കിയിട്ട് ആദ്യത്തെ ഉടമ്പടി ഉശ്ശിരി നിങ്ങൾക്കില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തോ അവതാളത്തിലാണെന്ന് ഞാൻ പറയത്തുള്ളൂ. കാര്യം അത് ആരുടെയും കുഴപ്പമില്ല, നിങ്ങളുടെ നേച്ചർ ആണ്, നിങ്ങളുടെ സ്വഭാവം ഇങ്ങനെയാണ്. പണ്ട് പോലെ ദൈവത്തിൽ നിന്ന് വല്ലതും കിട്ടിയാൽ മാത്രമേ ദൈവത്തിന് മുമ്പ് വാലാട്ടിക്കൊണ്ട് നിൽക്കത്തുള്ളൂ. അല്ലെങ്കിൽ അടുത്ത വീട്ടിൽ പോയി ചില പട്ടികൾ കഴിക്കത്തില്ലേ, അതുപോലെ ചെയ്യും നിങ്ങൾ മനുഷ്യർ. അപ്പം അത് നിങ്ങളുടെ കുഴപ്പമാണ്. നിങ്ങളുടെ സ്വഭാവം പണ്ടേ അങ്ങനെയായിരുന്നു. അനുഗ്രഹത്തിന് വേണ്ടി മാത്രം ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കുകയും ദൈവത്തിന് വിലയില്ലാതിരിക്കുകയും ചെയ്യുന്ന ഒരു കെട്ട ജീവിതമുണ്ട്. ആ ജീവിതത്തോട് എന്നേക്കും ബൈ പറയാൻ പോകുമ്പോൾ മാത്രമേ നമുക്ക് ഉടമ്പടി എടുക്കാനുള്ള പ്രാഥമിക യോഗ്യത കിട്ടത്തുള്ളൂ. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, ഉടമ്പടി എടുത്ത് വളരുന്നതിന് പകരം ഉടമ്പടി എടുത്ത് തളർന്നു കഴിഞ്ഞാൽ ആ തളർച്ച വല്ലാത്ത തളർച്ചയായിരിക്കും എന്നുള്ള സുവിശേഷ അറിവ് പകർന്നതിന് നന്ദി പറയുന്നു. എന്റെ കർത്താവേ, എന്റെ ജീവിതത്തിലെ ഉടമ്പടി ജീവിതത്തിലെ വന്നു പോയിട്ടുള്ള തളർച്ചകളെ ഓർത്തുകൊണ്ട് ഞാനങ്ങോട്ട് മാപ്പ് ചോദിക്കുന്നു. കർത്താവേ, പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ബന്ധമുണ്ടാകാൻ പോകുന്ന പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ അമ്മയുടെ മധ്യസ്ഥത യാചിക്കുന്നു. എന്റെ അരൂപിയെ എനിക്ക് തിരിച്ചു തരണമേ, ശക്തീകരിക്കണമേ.
യേശുവേ, നഷ്ടപ്പെട്ട ദൈവിക ചൈതന്യം ഞങ്ങൾക്ക് തിരിച്ചു തരണം. ഉടമ്പടി പുതുക്കി കഴിയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വളരെ സൂക്ഷ്മതയുള്ളവരായിരിക്കണം എല്ലാ വിഷയത്തിനും. സൂക്ഷ്മത, ദൈവം നിങ്ങൾക്കൊരു സൂക്ഷ്മത തരും. അത് ദൈവം നമ്മളെ സപ്പോർട്ട് ചെയ്തു. ഇപ്പം നമ്മൾ ചിലപ്പോൾ വിചാരിക്കുന്ന അനുഗ്രഹം കിട്ടാത്തതിൻ്റെ പേരിൽ അല്പം തണുത്തു പോയാലും ദൈവം തണുക്കത്തില്ല. അതെപ്പോൾ എൻ്റെ മക്കൾ മനസ്സിലാക്കണം. ഇപ്പം നമുക്ക് ഈ കൂട്ടുകാരെല്ലാം കല്യാണം കഴിച്ച് അവരെല്ലാം ജോലിയൊക്കെ ആയി കഴിയുമ്പോൾ നമ്മുടെ ചിലപ്പോൾ തണുത്തു പോകാനുള്ള സാധ്യതയുണ്ടേ. പക്ഷേ ദൈവം തണുക്കത്തില്ല. തണുത്തു പോകുമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അധർമ്മം വർദ്ധിക്കുന്നതിനാൽ സ്നേഹം തണുത്തു പോകും. ടേക്ക് ദ ബെഡ് ഫോർ ശ്രുതിയുടെ ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മത്തായി 24:12. മത്തായി 24:12. അധർമ്മം വർദ്ധിക്കുന്നതിനാൽ പലരുടെയും സ്നേഹം തണുത്തു പോകും. ഇങ്ങനെ ഒരു പ്രതിഭാസം ഉണ്ട് നമ്മുടെ വീട്ടിൽ തന്നെ. ഇപ്പം നമ്മൾ തന്നെ ആയിരിക്കണം നിർബന്ധമില്ല. വീട്ടിലുള്ള കയ്യിരിപ്പ് മോശമാണെങ്കിലും നമ്മുടെ ദൈവസ്നേഹം തണുത്തു പോകും. ഇപ്പം നമ്മൾ ഉടമ്പടി ജീവിക്കുന്നുണ്ടെങ്കിലും വീട്ടിൽ വെള്ളം അടിച്ച് കഞ്ചാവ് അടിച്ച് തോന്നിവാസം കഴിഞ്ഞ് കണ്ടവൻ്റെ കരുത്തേക്ക് കയറി കള്ളക്കേസും പറഞ്ഞ് നടക്കുന്ന പാർട്ടി ഉണ്ടെങ്കിലേ ഇത് ഈ ആളാണ് നമ്മളെ കൂടെ വീട്ടിലുള്ളത്. അപ്പോൾ ഈ അണ്ണന്മാരുണ്ടെങ്കിൽ ചില സമയത്ത് നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മുടെ സ്നേഹം തണുത്തു പോകും. 24:12 വായിച്ച്. അധർമ്മം വർദ്ധിക്കുന്നതിനാൽ പലരുടെയും സ്നേഹം തണുത്തു പോകും. ആകപ്പാടൊരു ആശ്വാസം ഉടമ്പടിയിൽ എന്താണെന്നറിയാമോ? ഉടമ്പടി ബൈലാറ്ററൽ എഗ്രിമെൻ്റ് അല്ലേ. അപ്പോൾ നമ്മൾ അവിശ്വസ്തരാണെങ്കിലും ദൈവം 2 തിമോത്തിയോസ് 2:13. നാം അവിശ്വസ്തരായിരുന്നാലും അവൻ വിശ്വസ്തനായിരിക്കും. എന്തെന്നാൽ നാം അവിശ്വസ്തരായിരുന്നാലും അവിടുന്ന് വിശ്വസ്തനായിരിക്കും. നാം അവിശ്വസ്തരായിരുന്നാലും അവിടുന്ന് വിശ്വസ്തനായിരിക്കും. അത് കേൾക്കുമ്പോൾ ഒരു സന്തോഷം തോന്നുന്നില്ലേ?